ഹായ് ഫ്രണ്ട്സ്, വിനയ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഫ്രൈ പാനിലേക്ക് ഇടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ ഫ്രൈ ആവുന്ന ടൈമിനോട് പറയാം. ആദ്യം നമ്മൾ ചേർത്തത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ കുറച്ച് തൈര് കേട്ടോ. അതൊക്കെ ചേർത്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചു. അമ്മയുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അമ്മയാണിത് കണ്ടോ ഫ്രൈ പാനിലിട്ടിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിങ്ങനെ കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കും. അങ്ങനെ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നമ്മളിങ്ങനെ ഇളക്കണം കേട്ടോ എണ്ണയിൽ. അപ്പോൾ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക. അത് കാരണമാണ്. പിന്നെ അത് നമ്മളിതാ വറുത്ത് കോരി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി. അപ്പോൾ നമ്മളിന്നിവിടെ കാണിക്കുന്നത് നല്ല പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂടി ഇട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് വീട്ടിൽ ഉരുളൻകിഴങ്ങിട്ട ചിക്കൻ കറി കേട്ടോ. ടൈം എടുത്തൊരു പതുക്കെയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെന്താ കാണിക്കുന്നത്, നമ്മൾ ചിക്കൻ ഫ്രൈ, വറുത്ത് വെച്ച ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ ഇട്ടു. പിന്നെ ഇതൊക്കെ സെർവ് ചെയ്ത് തരുന്നത് ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ വറുത്ത ചിക്കൻ ഫ്രൈ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊറാട്ട. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു പിടുത്തം പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.